ഞാൻ ഇന്ന് മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നത്. അപ്പം ഞാൻ വിചാരിച്ച് മാവേലി സ്റ്റോറിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വരാം. അരിക്കെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ 45 റുപ്യ ഏറ്റവും കുറഞ്ഞ അരി, വിലയുള്ള അരി. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വില 45 രൂപയാണ്. അപ്പോൾ ആ 45 രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലേ നമുക്ക് മാവേലി സ്റ്റോറിൽ പോയാൽ 35 രൂപക്ക് 35 കൃത്യമായിട്ട് അവിടെ എത്തിയാലേ എനിക്ക് വില അറിയുള്ളൂ. 35 ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ പഞ്ചസാരയും ചെറുപയർ, കടല അങ്ങനെയൊക്കെ സാധനങ്ങൾ നമ്മൾ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു 100-300 രൂപ ലാഭിക്കാൻ പറ്റും. അപ്പോൾ വെറുതെ എന്തിനാ ആ 300 റുപ്യ നമ്മൾ കളയേണ്ട ആവശ്യം? നമ്മളെ കാർഡിൽ നമുക്ക് വേണ്ടി തരുന്നതല്ലേ. അപ്പോൾ ആ സാധനം നമ്മളത് വാങ്ങിക്കണ്ടേ? നമുക്ക് സർക്കാർ തരുന്ന ഒരു സാധനമാണല്ലോ അത്. അപ്പോൾ നമുക്ക് അവകാശപ്പെട്ട സാധനമല്ലേ അത്. അപ്പോൾ ആ കാർഡിലെ സാധനം വാങ്ങിക്കാൻ വെച്ച്. അങ്ങനെ കിച്ചുവിൻ്റെ സ്കൂളാണത്. എൻ്റെ മോൻ പഠിച്ച 7ാം ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂളാണത്. അതിൻ്റെ ചെറിയ മകനെ റോഡ് വന്ന് നടന്ന് പോകുമ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ആ സ്കൂളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അടുത്താണ് മാവേലി സ്റ്റോർ വരുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിന് പോയിട്ട് വാങ്ങിക്കാം. പക്ഷെ ഞാൻ ബസ്സിന് പോകുന്നില്ല. ബസ്സിന് പോകുമ്പോൾ നമ്മൾ 13 രൂപ കൊടുക്കണം. വെറുതെ എന്തിനാ 13 രൂപ കൊടുക്കുന്നത്? നമ്മൾ ഈ പ്രകൃതിയെല്ലാം കണ്ട് ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നടന്ന് പോകുന്നു. അപ്പോൾ ഒരു കടയെത്തി. കടയിലെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ നോക്കി. അവിടെ നിന്ന് കിച്ചന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, കടലയാണ്. ഓടുള്ള കടലയില്ലേ, ആ കടലയത്. ഇത് ഞാൻ ഇപ്പം ഒന്നും കഴിച്ചിട്ടില്ല. ഇത് കിച്ചന് കൊടുക്കാൻ വേണ്ടി മാങ്ങ വാങ്ങിച്ചു. അവന് നല്ല സന്തോഷമായി ഈ മാങ്ങ. കുറേ ദിവസം ഒരു 2 ആഴ്ച തന്നെ തോന്നുന്നു ഓൻ വാങ്ങുന്നത്. ഓന് മാത്രമല്ല മിട്ടുവിനും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. മിട്ടു ആരാന്ന് വെച്ചാൽ എൻ്റെ പട്ടിക്കുട്ടി, കിച്ചു എൻ്റെ മോൻ. അപ്പോൾ കിച്ചുവിനും മിട്ടുവിനും കൂടിയിട്ട് ഞാൻ ആപ്പിളും മാങ്ങയും മറ്റേ ഓട് ഉള്ള കടലയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈ 3 സാധനവും കിച്ചുവിനും മിട്ടുവിനും കിട്ടിയാൽ അവർക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അവർ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ വീട്ടിലെത്തി. ഇത് മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ്. ഞാനെല്ലാം കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മളെ കാർഡിൽ 1 കിലോ ആണ് എല്ലാം കിട്ടുന്നത്. ചെറുപയർ, പഞ്ചസാര എല്ലാം 1 കിലോനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിച്ച്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഒരു 2 ആഴ്ച സുഖമായിട്ട് കഴിയുക. വെറുതെ പൈസ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് പാട് പൈസ കൊടുക്കുന്നതിനെക്കാട്ടി നമുക്ക് കിട്ടുന്ന അവകാശപ്പെട്ട സാധനം നമ്മൾ കളയാതെ വാങ്ങാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് കിട്ടുന്ന അവകാശപ്പെട്ട സാധനം നമുക്ക് വേണ്ടി വാങ്ങിക്കണം. പോകാൻ മടിച്ചിട്ട് വീട്ടമ്മമാർ പോകാതിരിക്കറ്. പോയിട്ട് വാങ്ങിക്കൊണ്ടുവരണം. നമുക്ക് 1 രൂപയാണോ 1 രൂപ ലാഭം കിട്ടണം. നമ്മളത് കളയാൻ പാടില്ല, വാങ്ങിക്കണം. അത് നമുക്ക് മാങ്ങ മുറിച്ച് തിന്നാലോ ഒക്കെ ഉണ്ടോ. നല്ല മധുരമുള്ള മാങ്ങയാട്ടോ. നീലി മാങ്ങയാണ്. നല്ല മധുരമുണ്ട്, നല്ല രുചിയുണ്ട്. ഞാൻ മാങ്ങ മുറിച്ച് എനിക്ക് കിച്ചുവിന് കൊടുത്തു നോക്കാം. ഓന് സ്കൂളും വിട്ട് വന്ന് വിശന്നിരിക്കുന്ന സമയം. അപ്പോൾ ഈ മാങ്ങയും കൂടി കിട്ടുമ്പോൾ ഓൻ നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ ഞാൻ കിച്ചുവിന് മാങ്ങ മുറിച്ച് ഓനെ അങ്ങ് കൊടുക്കുന്നു. ഓൻ തിന്നുന്നുണ്ട്. ഓൻ സൂപ്പറാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഞാനും ഒന്ന് നോക്കി. സൂപ്പറാണ് കേട്ടോ. എൻ്റെ സൂപ്പർ കറക്റ്റായിട്ടുണ്ടാവില്ല, മാങ്ങ മുറിച്ചപ്പാടായതുകൊണ്ട്. അപ്പോൾ മിട്ടുവിനും കൊടുത്ത് ഒക്കെ ഉണ്ടാവും. മിട്ടു തിന്നുന്ന മിട്ടു സൂപ്പറാണ് കേട്ടോ. മാങ്ങ എന്ന് പറഞ്ഞാൽ ഓന് ഭയങ്കര ഇഷ്ടമാണ്. ഓന് തിന്നുന്നുണ്ടോ. ഇനി മാങ്ങ മുറിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്ത്, ആപ്പിൾ ഒന്ന് മുറിക്കാൻ നേരിച്ച്. അങ്ങനെ ഞാൻ ആപ്പിൾ മുറിച്ചിട്ടുണ്ട്. ഇനി ആപ്പിൾ മുറിച്ചിട്ട് കിച്ചുവിന് കൊടുക്കുക. ആ ആപ്പിൾ മുറിച്ച് കിച്ചുവിന് ഭയങ്കര എല്ലാം ഓന് ഇഷ്ടമാണ്. ഓനെ ഞാൻ കുഞ്ഞിലെ എല്ലാം കൊടുത്ത് ശീലിപ്പിക്കലുണ്ട്. ബേക്കറി സാധനം ഞാൻ കൊടുക്കൽ കുറവാണ്. കുട്ടിയിൽ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവന് കൊടുക്കൽ. അതുകൊണ്ട് അവന് ബേക്കറീനെക്കാട്ടി ഇങ്ങനത്തെ സാധനത്തോടെ ഇഷ്ടമോ. അപ്പോൾ അങ്ങനെ 2 ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. കാരണം നല്ല പൈസയാണ് ആപ്പിളിനെല്ലാം. അതുകൊണ്ട് അത്ര മതിയെന്ന് വിചാരിച്ച്. കർക്കിടക മാസമല്ലേ, അപ്പോൾ ദാരിദ്ര്യം നിറഞ്ഞ മാസമാണെന്നല്ലേ പറയുക. അപ്പോൾ ഞാൻ ആ ആപ്പിളിൻ്റെ എന്താ പറയുക കിച്ചുവിന് കൊടുത്ത്. ഇത് വെറുതെ ഒരു ജോലിയായിട്ട് ഓനെ ഞാൻ തിന്നിപ്പിക്കുന്നതാണ് കേട്ടോ. ഓന് ഞാൻ നല്ല തിന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ കുത്തി വായിൽ വെച്ച് കൊടുത്ത്. നന്നായിട്ട് തിന്നടാ എന്ന് പറഞ്ഞിട്ട് വായിൽ വെച്ച് കൊടുത്ത്. അതിന് കൂടെ ഞാനൊരു ഉമ്മയും കൂടി കൊടുത്തോന്. ഇനി എൻ്റെ മിട്ടിക്കുട്ടിക്ക് കൊടുക്കട്ടെ. എൻ്റെ മിട്ടിക്കുട്ടി എല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. ഓൻ ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ മിട്ടിക്കുട്ടിക്ക് ഞാൻ അങ്ങനെ ആപ്പിൾ കൊടുത്ത്. മിട്ടിക്കുട്ടി നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ ഓൻ